കുറച്ചായിട്ട് മണാലിയിലായതുകൊണ്ട് മന്തി തിന്നാൻ ഒരു പ്ലാൻ ഉണ്ട്. ഇനി എല്ലാവരും ഒരു മൈൻഡൊക്കെ റെഡി ആയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ മന്തി അടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ മണാലിയിൽ നിൽക്കണ വില്ലേജിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് മാറിയിട്ടാണ്. അപ്പോൾ അവിടെ എത്താനുള്ള ബസ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളിങ്ങോട്ട് വന്നത്. പക്ഷേ 10-25 മിനിറ്റ് ആയിട്ട് ബസ്സൊന്നും കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഒരു മന്തി കൊതിച്ച് കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ മന്തി പ്ലാൻ കേട്ടിട്ടാണോ എന്നറിയില്ല, വിസ്കി ഞങ്ങളെ കൂടെ വന്നണ്. പക്ഷെ ഓൻ എന്തായാലും കൊണ്ടുപോകാൻ കഴിയില്ല, ബസ്സിലാണ് ഞങ്ങൾ പോണത്. അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് മുഖത്ത്. മണാലിയിൽ ബെസ്റ്റ് മന്തി കിട്ടുന്ന സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വിസ്കി അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും പോയി. ഞങ്ങൾ ബസ്സിലേക്കും കയറിയിരുന്ന് ബസ്സിലെല്ലാവരും ഓരോ സൈഡ് സീറ്റ് അങ്ങ് പിടിച്ചു. നല്ല മൂടാണ് മണാലിയിലെ ബസ്. നമ്മൾ വണ്ടർലയിലൊക്കെ പോണ ഒരു വൈബാണ്. പിന്നെ പേടിക്കാനൊന്നുമില്ല, അപ്പുറത്ത് കൊക്കയാണെന്നുള്ളത് ഡ്രൈവർമാർ പോലും മൈൻഡാക്കാത്തൊരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ മൈൻഡാക്കുന്നില്ല. പ്രകൃതി ഞങ്ങളോട് മന്തി തിന്നണ്ടെന്ന് പറയുന്ന ഒരു ലക്ഷണമുണ്ട്. മരമൊക്കെ വീണ്, ഇനി അത് മാറ്റിയിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുന്ന് മുന്നോട്ട് പോവാൻ. ബസ് ഇവിടെ സ്റ്റക്കാണ്. ഒരു മരത്തിനും നമ്മുടെ പ്ലാൻസ് ഇന്ന് നിർത്താൻ പറ്റില്ല എന്നുള്ള ഉറച്ച കോൺഫിഡൻസിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ നിൽക്കുന്നത് കക്നാൽ എന്ന് പറയുന്ന വില്ലേജിലാണ്. ഇവിടുന്ന് 10 കിലോമീറ്ററാണ് മണാലിക്കുള്ളത്. ഒരു 25 റുപ്യേൻ്റെ ഓട്ടോ, പിന്നെ എപ്പോഴും ബസ് ഉണ്ട് ഇവിടുന്ന്. ഇതാണ് മണാലിയിലെ ടൂറിസ്റ്റ് സൈറ്റ്. ഇതാണ് മണാലി എന്ന് പറയുമ്പോൾ നമ്മുടെ മാൾ റോഡൊക്കെ വരുന്ന ന്യൂ മണാലി. ഇവിടെ ഏകദേശം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്ററാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടൂറിസ്റ്റേഴ്സൊക്കെ മാക്സിമം ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഇവിടെ കാണാൻ പറ്റും നമുക്ക്, അത്രത്തോളം ആൾക്കാർ. എന്നാൽ നമ്മുടെ നിൽക്കുന്നിടത്ത് ഇങ്ങനത്തെ റഷും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് സമാധാന അന്തരീക്ഷം. പക്ഷേ ഇവിടെ വന്ന എല്ലാ പരിപാടിയും ഓണാണ്. നല്ല ഫുഡ്, നല്ല ചിക്കൻ, അങ്ങനെ എല്ലാ പരിപാടികളും ഇവിടെ ഓണാണ്. കൃഷി പറഞ്ഞ മന്തിക്കട ഇവിടെ അടുത്താണ്, നമുക്ക് പോയി നോക്കാം. ഈ നിൽക്കുന്ന സ്റ്റാച്യു വാജ്പേയിൻ്റെ ആണെന്ന് പറയപ്പെടുന്നുണ്ട്, എനിക്കറിയില്ല. ഹൈദരാബാദി ബിരിയാണി ഓപ്പോസിറ്റ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ മന്തിക്കട, നസീർ ഖാൻ്റെ മന്തിക്കട. നാട്ടിൽ കൂടെ ഇത്ര കിടിലും മന്തി കിട്ടൂല എന്നും പറഞ്ഞിട്ട് കൃഷി കൊണ്ടുവന്നൊരു മന്തിക്കടേനി. ഏതായാലും ചേട്ടൻ പറഞ്ഞ് സാധനമില്ല. ഹൈദരാബാദി ബിരിയാണി. മണാലിയിലുള്ള ഹൈദരാബാദി ബിരിയാണിയിലെ ഹൈദരാബാദി ബിരിയാണി കഴിക്കാനായി പിന്നെയുള്ള പ്ലാന്. ഇതിനും ആവശ്യമില്ലാത്ത ഹൈപ്പ് ഓൾറെഡി കൃഷി തരുന്നുണ്ട്. എന്നാലും നമുക്ക് തിന്നിട്ട് അഭിപ്രായം പറയുന്നതാവും കുറച്ചുകൂടെ ബെറ്റർ. നീണ്ട കാത്തിരിപ്പിന് ശേഷം ബിരിയാണി കിട്ടിയിരിക്കുന്നത് ഹൈദരാബാദി ഞാൻ മുന്നേ വന്നിട്ട് കച്ചമ്പർ ഉണ്ടാക്കാനൊക്കെ ആൾക്ക് പഠിപ്പിച്ചു കൊടുത്തായിരുന്നു. ഓൾഡ് മണാലിയിലേക്ക് പോകുന്നത്